ഇൻസൈറ്റിന്റെ 15ാം വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ചെറിയ നമുക്ക് ഇതിന്റെ ചെറിയ ഭാഗം രവീന്ദ്രൻ അവർക്കും പിന്നെ നമ്മുടെ ഇൻസൈറ്റിന്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും ഇൻസൈറ്റിന്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കമ്പനി 15 വർഷം പൂർത്തിയാക്കിയ ദിവസമാണെന്ന്. ആക്ച്വൽ 16-ാം തീയതി തന്നെയാണ് 2010 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അത് ചെറനല്ലൂർ പറയുന്ന സ്ഥലത്താണ്, ചൂണ്ടൽ പഞ്ചായത്തിൽ. അവിടെ 2 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. പിന്നീട് അത് ചൂണ്ടലിലേക്ക് മാറി. അവിടെ 2-3 കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഉള്ള ഓഫീസ് ഇയാല് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇയാലായിട്ട് ഏതാണ്ട് ഒരു 7 കൊല്ലത്തിൻ്റെ മേലെയായിട്ടുണ്ട്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലുള്ള ആൾക്കാർ ഇതിലുണ്ടോ വെച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു 2-3 കൊല്ലത്തിനൊക്കെ ശേഷമുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുക. പല ആൾക്കാരും ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഒരാള് ഇയാളുള്ള മോനേട്ടനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ പൊതുവിൽ ഇൻസൈറ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ നമ്മൾ ഡ്രോയിങ്, അതുപോലെ എലിവേഷൻസ്, 3D ആർക്കിടെക്ചർ ഡ്രോയിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പൊതുവിൽ തുടക്കത്തിൽ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വരികയും ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ബേസിക് സ്ട്രക്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഫുൾ ടേൺ കീ പ്രോസസ്സിലേക്ക് നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റിയത്. കമ്പനിയുടെ ഏതാണ്ട് 364 വീടോളം നമ്മൾ ഈ ഘട്ടത്തിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 364ാമത്തെ വീട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അതിന്റെ പാലുകാച്ചലുണ്ടായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് 364 വീടുകൾ പണിയാൻ സാധിച്ചു എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം മേന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരെല്ലാവരും ഉൾപ്പെടുന്ന എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു സംഭവം ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരുടെയും സപ്പോർട്ടുകളും പല ആൾക്കാരുടെയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ഈ നമ്മുടെ ഈ സംവിധാനത്തിന് ഇൻസൈറ്റ് എന്ന് പറയുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്. അതെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് ആഘോഷിക്കണം എന്ന തോന്നലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ദിവസം ഇവിടെ കൂടാൻ തീരുമാനിച്ചത്. അതിന് ഉദ്ഘാടകയായിട്ട് നമ്മുടെ ഇവിടുത്തെ ചെയർപേഴ്സൺ തന്നെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഉണ്ടായി. നമ്മുടെ സജിമാഷാണ് അതിനൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ ചെയർപേഴ്സണൊക്കെ കാണാൻ വേണ്ടി വന്നത്. എന്തായാലും പൊതുവിൽ ഈ ഇതിനൊപ്പം തന്നെ ഉദ്ഘാടകനും അതിനുശേഷം നമുക്കൊരു ചെറിയ 2024 വർഷത്തെ നമ്മുടെ സ്റ്റാഫുകൾക്കുള്ള മൊമൻറ്റോ, പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലുള്ള മൊമൻറ്റോ വിതരണമുണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ നടക്കാനുള്ളത്. ആദ്യമായി ഉദ്ഘാടനത്തിന് വിളക്കോളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മളെ ചെയർപേഴ്സൺ സീതേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. പഠനം കഴിഞ്ഞ് എല്ലാവരും വൈറ്റ് കോളർ ജോലി ആഗ്രഹിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമാവുകയില്ല. പക്ഷെ സ്വന്തമായി പഠിച്ച ആ പഠനം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഇപ്പൊ ഹരിയുടെ നേതൃത്വത്തിൽ 364 വീടുകൾ പൂർത്തീകരിച്ചു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈ 364 വീടുകൾ പണി കഴിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അതിലൂടെ തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
ഇന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ വീടായെങ്കിൽ പോലും, ഇപ്പോൾ ലൈഫിന്റെ വീടായാൽ പോലും 640 സ്ക്വയർ ഫീറ്റുള്ള വീടായാൽ പോലും അത് നേരിട്ട് പണിയാൻ ആരും തയ്യാറായില്ല. അത് ഏതെങ്കിലും ഒരു ഏജൻസിയെ, അങ്ങനെ ഒരു കരാറുകാരെ ഏൽപ്പിക്കുക, അത് അവർ ആ കൃത്യമായി പണി കഴിച്ച് താക്കോൽ കൈമാറുക. അതാണ് ഏറ്റവും താഴെ തട്ടിൽ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ വീടുകളാണെങ്കിൽ ഏറ്റവും ജോലി തിരക്കുള്ളവരാണെങ്കിൽ ബിസിനസ്സുകാര്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ തുടക്കം മുതൽ മുമ്പ് നമുക്ക് അത്ര തന്നെ പ്രയാസമില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലായാലും പഞ്ചായത്തിലായാലും ഒക്കെ അതിന്റെ നിയമം അനുസരിച്ചുകൊണ്ടുള്ള പെർമിറ്റ്, ആ പെർമിറ്റ് ഇപ്പോൾ ഓൺലൈനാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ സുതാര്യമായ രീതിയിലാണ് കേസ്മാർ വഴിക്കൊക്കെ നഗരസഭ വഴി നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പെർമിറ്റ് കിട്ടി അതിന് മറ്റു കാര്യങ്ങളൊക്കെ ആവുമ്പോൾ സാധാരണക്കാർക്ക് ഇതിന് പുറകെ പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് എന്നുള്ളത് കണക്കാക്കി അതിനനുസരിച്ചൊരു വീട് നമുക്ക് സൗകര്യപ്രദമായ അതിന്റെ ഡിസൈനിലൂടെയാണ്, ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ഇവരുടെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവനയിൽ പണിയുന്ന വീട് ആ ചെറുതായാലും എല്ലാ സൗകര്യങ്ങളോടും കൂടി പണിയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇന്നത്തെ ഈ കൺസൾട്ടൻസികൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവര് ചെലവ് കുറച്ച് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ അതിന്റെ സ്ഥലപരിമിതിയൊക്കെ നോക്കിക്കൊണ്ട് ചെയ്തു തീർക്കുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയും അതിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആ തൊഴിൽ മേഖലയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. അതുതന്നെയാണ് ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനം. ഞാൻ മാത്രം വലുതാവുക എന്നുള്ളതല്ല, നമ്മളോടൊപ്പം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ആ സമൂഹത്തോടുള്ള കടപ്പാട്, എനിക്ക് മാത്രം എൻ്റെ ജോലി എന്ന രീതിയിൽ ഒരു കാഴ്ചപ്പാട്. നേരെ മറിച്ച് ഇപ്പോ ഹരിയൊരു ഗവൺമെന്റ് ജോലിയിൽ കയറിയെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഹരിക്ക് സാധിക്കില്ല. പക്ഷെ ഹരി തെരഞ്ഞെടുത്ത ഫീൽഡ് ഏറ്റവും നല്ലതാണ്, ഏറ്റവും മാതൃകാപരമാണ്. അതിനെ ഹരിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സീത രവീന്ദ്രനാഥുകൾക്ക് ഇൻസൈറ്റിന്റെയും എല്ലാവരുടെയും പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായ ഇൻസൈറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഹരി സാറിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻസൈറ്റിന്റെ നാഴികക്കല്ലുകളായ തുടക്കം മുതൽ ഇതുവരെയും
എല്ലാവർക്കും എൻ്റെ പേരിലും ഇൻസൈറ്റിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി.